ഓം നമോ ഭഗവതേ വാസുദേവായ. 84-ാം ദശകത്തിൽ ഭഗവാൻ ഒരു സൂര്യഗ്രഹണ കാലത്ത് ദ്വാരകയുടെ ചുമതല കൃതവർമാവിനെയും അനിരുദ്ധനെയും ഏൽപ്പിച്ചിട്ട് യാദവന്മാരെയും അവരുടെ പത്നിമാരെയും എല്ലാവരെയും കൂട്ടി സമന്തപഞ്ചകമെന്നു പേരായ തീർത്ഥസ്ഥാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ പാണ്ഡവരെയും കൗരവരെയും ഒക്കെ അവിടെ വെച്ച് കണ്ടു. അവ മൈത്രി പുലർത്തുന്നു. അങ്ങനെ അവിടെ കഴിയുന്ന കാലത്ത് അവർ ഒരു സമയത്ത് ഗോപന്മാരെയും ഗോപസ്ത്രീകളെയും ഭഗവാൻ കാണുകയാണ്. യാദവർ എല്ലാവരും അവരുടെ അടുത്ത് ചെന്ന് ബന്ധം പുതുക്കുന്നു. ഭഗവാനെ കണ്ട മാത്രയിൽ ഗോപസ്ത്രീകൾക്ക് അതുവരെയും വിരഹതാപവും എല്ലാം അകന്ന്, അതുപോലെ ഭഗവാനോടുള്ള ദേഷ്യവും മറന്ന് ഭഗവാന്റെ വിരഹദുഃഖം അനുഭവിച്ചവർ മെലിഞ്ഞ് ഉണങ്ങിയിരുന്നു. എങ്കിലും ഭഗവാനെ കണ്ട മാത്രയിൽ അവർക്ക് ആ അനുരാഗം വീണ്ടും പൊട്ടിമുളയ്ക്കുന്നു. ഭഗവാൻ അവരെ ഏകാന്തമായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഓരോ ഗോപസ്ത്രീകളെയും വാരിപ്പുണർന്ന് അവരുടെ പരിഭവം മുഴുവൻ തീർത്ത് അവരുമായി ആനന്ദിക്കുന്നു. രാധാദേവിയെ കണ്ട് ആലിംഗനം ചെയ്ത്, ഞാൻ അനവധി ശത്രുക്കളുമായിട്ട് യുദ്ധമൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും കാലം വൈകിയത് നിങ്ങളെ കാണാൻ. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഗോപസ്ത്രീകളെയെല്ലാം ആനന്ദിപ്പിച്ച് ഒരു 3 മാസക്കാലം ആ സമന്തപഞ്ചക തീർത്ഥത്തിൽ അവർ എല്ലാവരും വസിക്കുന്നു. ഈ 3 മാസക്കാലവും ഭഗവാൻ ഗോപസ്ത്രീകളെ അനുഗ്രഹിക്കുകയും അവർക്ക് പരമാർത്ഥ ജ്ഞാനം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഞാൻ ഭഗവാനാണെന്നും അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ധ്യാനിച്ച് എൻ്റെ ലോകത്തിലെത്തുകയും ചെയ്യുമെന്ന് അനുഗ്രഹിക്കുന്നു. വസുദേവർ അവിടെ ഒരു പിതൃക്കൾക്ക് വേണ്ടിയൊക്കെ ഒരു യാഗം ചെയ്യുന്നു. അങ്ങനെ ഈ 3 മാസക്കാലം വളരെ സന്തോഷപൂർവ്വം കഴിക്കുന്നു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, എൻ്റെയും രോഗം മാറ്റിത്തരയണമേ എന്ന് പട്ടേരിപ്പാട് പ്രാർത്ഥിക്കുകയാണ്. ഓം ക്വചിദധം തപനോപരാഗകാലേ പുരിനിരധൽകൃതവർമ്മകാമസൂനോ യദുകുലമഹിളാവൃതസുതീർത്ഥം സമുപഗതോസി സമന്തപഞ്ചകാഖ്യം ബഹുതരജനതാഹിതായ തത്ര ത്വമപി പുനൻവിനിമജ്യ തീർത്ഥത്തോയേ ദ്വിജഗണപരിമുക്തവിത്തരാശിം സമമിളധാഹ കുരു പാണ്ഡവാദിമിത്രൈഃ തവ ഖലു ദയിതാ ജനൈഃ സമേത
ദ്രുപദസുതാ ത്വയി ഗാഢഭക്തിഭാരാം തദുദിത ഭവദാ ഹൃദി പ്രകാരൈരതിമുമുദേ സമമന്യഭാമിനീഭീം തദനു ച ഭഗവൻ നിരീക്ഷ്യ ഗോപാൻ അതികുതുകാദുപഗമ്യമാനയിത്വാ ചിരതര വിരഹാതുരാംഗരേഖാ പശുപവധൂ സരസം ത്വമന്വയാസി സപതി ച ഭവദീക്ഷണോത്സവേന പ്രമുഷിതമാനഹൃദാം നിതംബിനീനാം അതിരസപരിമുക്ത കഞ്ജുളീകേ പരിചയ ഹൃദ്യതരേ കുചേന്യലൈഷീം രിപുജനകലഹൈഃ പുനഃ പുനർമേ സമുപഗതൈരിയതി വിളംബനാഭൂൽ ഇതി കൃത പരിരംഭണീം ത്വയിന്ദ്രാഗ് അതിവിവശാ ഖലു രാധികാ നിലില്യേ അപഗത വിരഹവ്യഥാസ്തദാതാം രഹസി വിധാഗായ ദദാധ തത്വബോധം പരമസുഖചിദാത്മ കോ അഹമാത്മേ ഉദയതു വസ്ഫുടമേവ ചേതസീതി സുഖരസപരിമിശ്രിതോ വിയോഗ കിമപി പുരാ ഭവദുദ്ധവോപദേശൈഃ സമഭവദമുത പരന്തു താസാം പരമസുഖൈക്യമയീം ഭവദ്വിചിന്താ മുനിവരനിവഹൈസ്തവാധപിത്രാം ദുരിതശമായ ശുഭാനി പൃച്യമാനൈഃ ത്വയി സതി കിമിദം ശുഭാന്തരൈരിത്യു ഉരഹസിതൈരപി യാചിതസ്തദാസോ സുമഹദീയജനേം വിതായമാനേം പ്രമുദിതമിത്രജനൈഃ സഹൈവ ഗോപാഃ യദുജനമഹിതാസ്ത്രിമാസമാത്രം ഭവദനുഷംഗരസം പുരേവ ഭേജു വ്യപഗസമയേ സമേത്യ രാധാ ദൃഢമുപഗുഹ്യ നിരീക്ഷ്യ വീതഖേദാം പ്രമുദിത ഹൃദയ പുരം പ്രയാത പവനപുരേശ്വര പാഹി മാം ഗദേഭ്യം. 84-ാം ദശകം സമാപ്തം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ